ഇതാ ഞങ്ങൾ ഇവിടെ വില്ലേജ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതായത് ഈ ഒരു വില്ലേജ് ആരെ കണ്ടുപിടിച്ച ആസ്തല്ലേ നയനെ? നയനെ അതെ അതെ. ആസ്ത ഞങ്ങൾ ഇല്ലാത്തപ്പോ കേറിയിട്ട് ഓരോന്ന് കണ്ടുപിടിച്ച് വെച്ചിട്ട് അവൻ ഞങ്ങൾ കേറുമ്പോ അവൻ ഇറങ്ങിപ്പോവും. വെച്ചിട്ട് കുറച്ച് ഒബ്സീഡിയൻ എടുക്കാൻ പോയേക്കായിരുന്നു. അതും ആസ്തയാരെ കണ്ടുപിടിച്ച എന്തിലാവാ അല്ലേ? അതെന്താ വെച്ചാൽ ഞാനും അതിനും കൂടി കഴിഞ്ഞ എപ്പിസോഡിൽ പോർട്ടൽ ഉണ്ടാക്കാൻ വിചാരിച്ച, പക്ഷെ ലാവ കിട്ടിയില്ല ഒബ്സീഡിയൻ ഉണ്ടാക്കാൻ വേണ്ടി. പക്ഷെ അതും നമ്മുടെ ആസ്തമോൻ കണ്ടുപിടിച്ച് വെച്ചിട്ടാണ് ഇറങ്ങിപ്പോയത്. നീ മറ്റേ ഇത് കേട്ടില്ലേ വീറ്റ്? ആ അവിടെ ഒബ്സീഡിയൻ നിന്റെ തന്നവൻ. എന്നാ നമുക്ക് പോർട്ടൽ ഉണ്ടാക്കാം. ഇല്ല അവൻ പിന്നെ അവൻ നമ്മൾ ഉള്ളപ്പോ കേറൂല, നമ്മൾ ഇല്ലാത്തപ്പോ കേറി അവൻ കളിക്കുന്നുണ്ട്. എന്താ അറിയില്ല, അവൻ കുറച്ച് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആസ്ത വെച്ചിട്ട് പോയ ഒബ്സീഡിയൻ വെച്ചിട്ട് പോർട്ടൽ ഉണ്ടാക്കി. പക്ഷെ കത്തിക്കാൻ ഫ്ലിന്റ് ആൻഡ് സ്റ്റീലും ഇല്ലായിരുന്നു, ലയണും ഇല്ലായിരുന്നു. ഞാൻ പോയിട്ട് ആസ്തന്റെ ബേസിലുണ്ടോ കേട്ടെ. നിന്റെ ബേസിൽ ഫ്ലിന്റ് ഉണ്ടാവോ? കയ്യിലുണ്ട് തോന്നുന്നു. അല്ല ഇല്ല എന്റെ ഫ്ലിന്റ് ഉണ്ടെങ്കിൽ. അവന്റെ ഇഷ്ടംപോലെ ഫ്ലിന്റ് ഉണ്ട്. അയണാണ് ഇനി ഒരു ആസ്തേന്റെ ഉണ്ട് തോന്നുന്നു. അയണോ? അയണൊന്നും ഇല്ല. അയണല്ല, ഫ്ലിന്റ് കിട്ടി. ഫ്ലിന്റ് ആൻഡ് സ്റ്റീല് ഇല്ല അവിടെ ഇല്ല, അവന്റെ കയ്യിലായിരിക്കും. കയ്യിലുള്ള ഇപ്പൊ പോർട്ടൽ കത്തിക്കാൻ വേണ്ടി ഫ്ലിന്റ് ആൻഡ് സ്റ്റീൽ ഇല്ലാത്തതുകൊണ്ട് ഞാനും അതിനൊരു കാര്യം തീരുമാനിച്ച്, ഞാൻ എന്റെ ഒരു 3 ഡയമണ്ട് എടുത്ത് ഒരു ഡയമണ്ട് പിക്കാക്സും കൂടി ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ മൈനിങ്ങിന് പോയി ഫുൾ സെറ്റ് ഡയമണ്ട് ആർമറും ടൂൾസും ആക്കാന്ന്. വാട്ട് വണ്ടർഫുൾ കേയോ. അതാ ഡയമണ്ട് ഞാൻ കാണിച്ചാൽ ഇങ്ങോട്ടാ ഞാൻ എടുക്കാം. അതെന്റെ അതാ വടി പോലത്തെ സാധനത്തിന്റെ താഴെ. പേടി. എത്ര എണ്ണം കിട്ടി? അല്ല ഡയമണ്ട് അടയ്ക്കല്ലേ. അയൺ എടുക്കട്ടെ. ഒരു ഡയമണ്ട് കിട്ടി. ഒറ്റൊന്നുള്ളൂ, ഒരെണ്ണുള്ളൂ. ഇവിടെ മാത്രം ഇരുന്നോണ്ട് ഡയമണ്ട് നോക്കി പോയി എടുക്കാൻ നിന്നാ ഒന്നും കിട്ടൂല എന്ന് അറിയാവുന്നോണ്ട് ഞാനും അതിനും കൂടി ഇറങ്ങാന്ന് വിചാരിച്ച്. ഞാൻ വഴി ഉണ്ടാക്കാം. ആരാന്നാ നീ വിചാരിച്ചേ? വഴി ഇതാ. ഞാനിവിടെ ഇറങ്ങി ബ്രോ. ആരാന്നാ നീ വിചാരിച്ചേ? നമ്മളെ കുറച്ച് വിചാരിച്ചേ. ഞാനും അതിനും കൂടി ആ കേവിന്റെ ഉള്ളിലോട്ട് പോയിട്ട് കുറച്ച് റെഡ് സ്റ്റോണും ഗോൾഡും പിന്നെ അയണൊക്കെ അത്യാവശ്യം കിട്ടാൻ തുടങ്ങി. പക്ഷെ ഡയമണ്ട് ഒന്നും കിട്ടിയില്ല. അതിന്റെ കൂടെ ആണെങ്കിൽ വല്ലാത്ത കുറെ സോംബിയും ബേബി സോംബി എല്ലാം കൂടി അടിക്കാൻ തുടങ്ങി ഞങ്ങളെ. എന്റെ പുറകെ ഒരു നീ അടിക്കണം. വേറെ സോംബിയാണ് ബേബി സോംബി. ഫുഡ് ആണോ? റോട്ടൻ ഫ്ലഷ് കിട്ടിയില്ല. അയ്യോടാ പോയിസൺ ആടാ. സാധാ ഫുഡ് ആടാ. അവന്മാരെയൊക്കെ അടിച്ചോന്ന് ഞാൻ നയനും കൂടി സിറ്റുവേഷൻ അണ്ടർ കൺട്രോൾ ആക്കിയെങ്കിലും ഫുഡ് ഞങ്ങളുടെ ഇടയിൽ ഒരു പ്രശ്നമായിരുന്നു. പക്ഷെ നയന്റെ കുറച്ച് പോർക്ക് ചോപ്പ് ഉണ്ടായിരുന്നുണ്ട്, അത് തിന്ന് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തെങ്കിലും റോട്ടൻ ഫ്ലഷ് തന്നെയായിരുന്നു എന്റെ മെയിൻ ഫുഡ്. ക്രീപ്പർ വാ സച്ച് എന്റെ കൂടെ നയൻ എന്റെ കൂടെ. അതാരാ അടിക്കുന്ന? എടാ വെയിറ്റ് ഞാൻ അടിക്കാം പേടിക്കാം. ഇവിടെ ഗോൾഡ് മൈനിങ് സെറ്റ് അല്ലേ? കൂട്ടുകാരോടെ ഡയമണ്ട് ഞാൻ പൊട്ടിച്ചോട്ടെ. ലാസ്റ്റ് ഞാൻ പൊട്ടിക്കാം. ഇപ്പോൾ നിന്റെ അണ്ണ എന്റെ ആക്സ് പൊട്ടി. അവിടെ ഇതുണ്ട് തോന്നുന്നു. അതായൻ കോണർ ഉണ്ട് തോന്നുന്നു. അവിടെ ഡയമണ്ട് ഇട്ടിടാ. അയൺ പൊട്ടിച്ചപ്പോ അത് ബാക്കിൽ നിന്റെ അന്നടിക്കോ? എന്റെ മോനെ എത്ര
6 എത്ര? ഇവിടെ നിന്ന് 5 കിട്ടി. അങ്ങനെ കുറച്ചേരം അവിടെ ഇരുന്ന് തമാശ കളിച്ച് ഡയമണ്ട് കണ്ടുപിടിച്ചിട്ട് ഞാനും നയനും കൂടി ആ കേവിന്റെ ഉള്ളിലോട്ട് ഇനിയും പോവാന്ന് വിചാരിച്ചിറങ്ങി. പക്ഷെ ഉള്ളിലോട്ട് പോകും തോറും അവിടെ ഭയങ്കര ലൈറ്റ് ഒന്നും ഇല്ലാത്തതിന്റെ പ്രശ്നവും പിന്നെ അത്യാവശ്യം നല്ല മൂവ്സും പിന്നെ അത്യാവശ്യമായിട്ട് കുറച്ച് റെഡ് സ്റ്റോണും അയണൊക്കെ കിട്ടി തുടങ്ങി. പിന്നെ ഡയമണ്ട് ഞാൻ മാത്രമല്ല മൈൻ ചെയ്തെടുക്കുന്നത്. അപ്പൊ കുറച്ച് ഡയമണ്ട് ഒക്കെ അവൻ്റെയിലും ആണ്. എനിക്ക് കിട്ടുന്ന ഡയമണ്ട് ഞാനും എടുക്കും, അവൻ കാണുന്ന ഡയമണ്ട് അവനും എടുക്കും. അതിൻ്റെ ഇടയ്ക്ക് വെച്ച് എനിക്കും കുറച്ച് ഡയമണ്ട് ഒക്കെ കിട്ടി തുടങ്ങി. പക്ഷെ ഞങ്ങൾ രണ്ട് ഏറ്റവും കൂടുതൽ പേടിച്ചിരുന്ന സംഭവം എന്താ വെച്ചാൽ ഈ ഫുഡ് തീരുന്നതായിരുന്നു. കാരണം ഫുഡ് തീർന്ന് റോട്ടൻ ഫ്രഷ് തിന്നിട്ടായിരുന്നു അടക്കിക്കൊണ്ടിരുന്നത്. അതിൻ്റെ ഇടയ്ക്ക് വെച്ച് റോട്ടൻ ഫ്രഷും തീരാൻ തുടങ്ങി. അതുകൊണ്ട് ഞാനെന്തായാലും ഫുഡ് ഇല്ലാത്തതുകൊണ്ട് തന്നെ തിരിച്ച് വീട്ടിലോട്ട് പോകാന്ന് വിചാരിച്ചു. എന്റെ ഒരു ഫുഡില്ല, മേലെ പോവാ. തിരിച്ച് വീട്ടിലോട്ടാ. ആ ഡയമണ്ട് കൂടെ എടുത്തിട്ട് വാ. നീ കണ്ട എടാ അത് നോക്ക്, നീ അവിടെ താഴെ എന്തൊക്കെയുള്ളേ നോക്ക്. ആ സോംബീസിനെ അടിച്ചു വന്നിട്ട് റോട്ടൻ ഫ്രഷ് ഇട്ടുകയായിരുന്നു. ഫുഡ് വേണ്ടേ? നമുക്ക് ഫുഡില്ല. തിരിച്ച് ഏത് വഴി അറിയോ? ഇതാ മേലെ. അയ്യോ, വഴി എവിടെയാ? അപ്പുറത്തെ സൈഡ്. അപ്പുറത്തെ സൈഡ്. അടിച്ചിടോ? ഇല്ല. എനിക്കൊരു ഹാർട്ടുള്ള അടിച്ചിടാനൊന്നും ഇല്ല. ഞാൻ ചാകും അടിയുണ്ട്. അങ്ങനെ ഏകദേശം അതിൻ്റെ ഉള്ളിലിരുന്ന് മൈനൊക്കെ ചെയ്തിട്ട് ഞാനും അതിനും കൂടി പുറത്തോട്ട് വന്ന്. ആ സമയത്ത് ആസ്തേൻ്റെ ഒരു വിവരമൊന്നുമില്ല. ഞങ്ങൾക്ക് ഇപ്പം കിട്ടിയ ഡയമണ്ടും പിന്നെ ആദ്യം ഞങ്ങളുടെ രണ്ടുപേരുടെയും കൂടി ഉണ്ടായിരുന്ന ഡയമണ്ടും കൂടി മൊത്തം ടോട്ടൽ 35 ഡയമണ്ട് ആയിരുന്നു. ഞങ്ങൾ ആ ഡയമണ്ട് വെച്ചിട്ട് ഫുൾ സെറ്റ് ഡയമണ്ട് ആർമർ ഉണ്ടാക്കാൻ തീരുമാനിച്ചു. കാരണം അതാകുമ്പോൾ ഒരാളുടെ ആർമർ ഉള്ളപ്പോൾ തന്നെ വീണ്ടും അടുത്ത ഡയമണ്ട് എടുക്കാൻ പോകുമ്പോൾ ഇച്ചിരി കൂടി ഓവർ പവർ ആയതുകൊണ്ട് പെട്ടെന്ന് പേടിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല. ആ കൂടെ ഇനി പേടിക്കാനുള്ള ഫുഡ് മാത്രമാണ്. ഡയമണ്ട് ആർമർ ഞാൻ നയനും കൊടുത്തിട്ട് ബാക്കിയുള്ള ഡയമണ്ട് വെച്ചിട്ട് ഫുൾ സെറ്റ് ഡയമണ്ട് ടൂൾസ് ഞാൻ എടുക്കുന്നു പറഞ്ഞു. അപ്പൊ അടുത്ത വടി ഡയമണ്ട് കിട്ടുമ്പോൾ അവന് ഡയമണ്ട് ടൂൾസും എനിക്ക് ഡയമണ്ട് ആർമറും. അങ്ങനെ ഞാൻ ഡയമണ്ട് ടൂൾസ് ഉണ്ടാക്കി. കയ്യിലുണ്ടായിരുന്ന ബോൺമീലൊക്കെ വെച്ചിട്ട് ഞാൻ കുറച്ച് വീറ്റൊക്കെ ബോൺമീൽ ഇതെടുത്ത് തിന്നാൻ തുടങ്ങി. ഡയമണ്ടിന്റെ വീണ്ടോ? അതും കൂടി കൂട്ടിട്ട് 10. ഭക്ഷണമൊക്കെ ഞങ്ങളുടെ കുറവായതുകൊണ്ട് തന്നെ ഞാനൊരു ഐഡിയ കണ്ടുപിടിച്ച് ഈ സസ്പീഷ്യസ് 2 ഒക്കെ അങ്ങനെ ഓരോന്നില്ല റീജനറേഷൻ സ്പീഡ്, അതിനകത്ത് റീജനറേഷൻ നോക്കിയാലോ എന്ന് വിചാരിച്ച് അതുണ്ടാക്കാം. അപ്പൊ കുഴപ്പമില്ലല്ലോ. സസ്പീഷ്യസിന്റെ ഇത് നോക്കട്ടെ, റെസിപ്പി നോക്കട്ടെ. അല്ല, റെഡ് മഷ്റൂമും ബ്രൗൺ മഷ്റൂമും എവിടെ നിന്ന് കിട്ടുന്ന അറിയാം. ഞാൻ ഒരെണ്ണം ഉണ്ടാക്കി, റീജനറേഷന്റെ സസ്പീഷ്യസ് 2 ഉണ്ടാക്കി. ഞാൻ ഇപ്പൊ കൊണ്ടുതരാം. ഞാനും വരുന്നു. പക്ഷേ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഈ സസ്പീഷ്യസ് 2 ഇത് കുറച്ച് നേരം നിൽക്കുള്ളൂ. 0.3 seconds അങ്ങനെയൊക്കെ നിൽക്കുള്ളൂ. അതും മെല്ലെയൊക്കെ റീജനറേറ്റ് ആവുന്നുള്ളൂ. ഞങ്ങൾ വിചാരിച്ച പോർഷൻ പോലെ ഒരു മാക്സിമം ഒരു 15 സെക്കൻഡ് ഒക്കെ നിൽക്കുന്നതാണ്. പിന്നെ ഈ റെഡ് മഷ്റൂമും ബ്രൗൺ മഷ്റൂമും ഞങ്ങളുടെ അടുത്ത് കിട്ടാൻ ഭയങ്കര പാടായിരുന്നു. ഇത് പ്ലെയിൻസ് ഓക്ക് ബയോമൊക്കെ ആയതുകൊണ്ട്. എത്രടാ കയ്യാണ് ഇവിടെ? റീജനറേഷൻ ആവുന്നുണ്ട്, പക്ഷെ അത്രയ്ക്കൊന്നും ആവുന്നില്ലടോ. ഒരു ഹാർട്ട് കൂടിയുള്ളൂ റീജനറേഷനിൽ. ഇത് മനസ്സിലായതോടെ ഞങ്ങൾ റെഡ് മഷ്റൂം ബ്രൗൺ മഷ്റൂം എടുക്കാൻ വേണ്ടി ഞങ്ങൾ ടൈഗേരോട്ടൊക്കെ പോകുന്നത് നിർത്തി. പിന്നാണ് ഞാൻ ആലോചിച്ചത് ഒരു ഫിഷിംഗ് റോഡ് ഉണ്ടാക്കിയിട്ട് മീൻ പിടിക്കാന്ന്. പിന്നെ നായന്റെ അടുത്തൊരു കുളം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ രണ്ടും മീൻ പിടിക്കാൻ വേണ്ടി ഇറങ്ങി. എടാ എനിക്ക് ഓടാൻ പറ്റുന്നില്ല. എന്റെ ഈ സ്റ്റൈലല്ലേ അതൊക്കെ അത്രേ ഉള്ളൂ. കയ്യില് ഭക്ഷണം എല്ലാവരും തിന്നുന്നു. അതിനിത് ഉണ്ടാക്കണ്ടേ? ഇവന്റെ കുറെ കോടൊക്കെ ഉണ്ടല്ലോ. പന്നീന്റെ ഫുഡ് 4 വെച്ച് തരൂലേ? യെസ് I got food bro, I got food. I am going to be rich. എനിക്കൊരു ഐഡിയ കിട്ടിയടാ. നീ എക്സിറ്റ് അടിക്ക്, ഞാൻ കിടക്കട്ടെ. നൂബ് കിടക്കട്ടെ. എടാ നിന്റെ കോൾ ഉണ്ട്, കോൾ എടുത്തിട്ട് മല നിരകളിൽ നിന്ന് കുറച്ച്
എനിക്കൊരു ഐഡിയ ഉണ്ട്, നമുക്ക് ഫുഡ് ഉണ്ടാക്കാനുള്ള ഒരു ഐഡിയ ഉണ്ട്. ഒരു 10 മിനിറ്റ് അങ്ങനെ ചെയ്തോണ്ടിരുന്നാ കുഴപ്പമില്ല. എന്താ? നമ്മളൊരു ക്യാമ്പ് ഫയർ ഉണ്ടാക്കുന്നു, എന്നിട്ട് നിന്റെ കുളത്തിന്റെ അടുത്ത് വെക്കുന്നു, എന്നിട്ട് നമ്മൾ ഓരോ മീൻ കിട്ടി കഴിയുമ്പോൾ അതിലോട്ട് വെക്കുന്നു, അടുത്ത മീൻ പിടിക്കുന്നു. ഞാൻ അത്യാവശ്യം ഫുഡ് ആവുന്നേരം ഞാൻ അങ്ങനെ ചെയ്തോണ്ടിരിക്കാൻ പോകും. ഇത് വേണ്ട, ഇതെവിടെ വെക്കുക? ഇവിടെ വെക്കാം അല്ലേ? ഇത് ശവല് വെച്ച് ഇതാക്കല്ലേ, പിന്നെ വെള്ളം ഒഴിക്കല്ലേ അതിന്റെ പുറത്തോട്ട്. അങ്ങനെ ക്യാമ്പ് ഫയറും കൂടി സെറ്റ് ആയപ്പോ ഞാനും അതിനും കൂടി ഫിഷിംഗ് റോഡ് വെച്ച് അവന്റെ കുളത്തില്, കുളം എന്നൊന്നും പറയാൻ പറ്റൂല, കുറച്ച് വെള്ളം ഇട്ടേക്കുന്ന അതിനകത്തിട്ട് മീൻ പിടിക്കുമായിരുന്നു. ആ മീൻ പിടിക്കുമ്പോ തന്നെ മീനും കിട്ടും, ഫുഡും ആയി. പിന്നെ അഥവാ വല്ല എൻചാൻമെന്റ് ബുക്സോ അല്ലെങ്കിൽ മറ്റേ നെയിം ടാഗ് ഒക്കെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഇത് മറ്റേ നെയിം ടാഗ് ഉണ്ടാക്കാൻ പറ്റുന്ന പ്രശ്നമല്ല, അതേതായിരുന്നു 26.1.2 1.3 ഏതോ ആണ്. പക്ഷെ ഇത് 1.20 1.11 ആണ്, അതുകൊണ്ടാണ് പ്രശ്നം. അങ്ങനെ 10-20 മിനിറ്റ് ഞങ്ങൾ അവിടെ തന്നെ ചൂണ്ടയിട്ട് ഫിഷിങ് ചെയ്തുകൊണ്ടിരുന്ന്. മെയിനായിട്ട് വലിയ സാധനങ്ങളൊന്നും കിട്ടിയില്ല. മീൻ, റോട്ടൻ ഫ്ലഷ്, പിന്നെ അങ്ങനെ തന്നെ കിട്ടിയുള്ളൂ. കുറച്ച് ലില്ലി പടക്ക് കിട്ടി. അതൊക്കെ തന്നെ മെയിനായിട്ട് ഞങ്ങൾക്ക് ഫിഷിങ് ചെയ്തപ്പോൾ കിട്ടിയുള്ളൂ. അപ്പം അത് മാത്രം കിട്ടിയോണ്ട് തന്നെ ഞങ്ങൾ വിചാരിച്ചു നിർത്താന്ന്. അങ്ങനെ ഞങ്ങൾ അത് നിർത്താൻ തീരുമാനിച്ചു. രണ്ടുപേർക്ക് അത്യാവശ്യം ഫുഡ് ആയതുകൊണ്ട് ഇനി എനിക്കൊരു ആർമറും പിന്നെ അവന് ഫുൾ സെറ്റ് ഡയമണ്ട് ടൂൾസും ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾ കേവിലോട്ട് വീണ്ടും പോവാണ്. എടുത്തോ? അടുത്തടുത്ത് പാലേട്ടാ അയണൊന്നു. ഞാൻ ഇപ്പോഴായിരുന്നു ഓർത്തത്, എൻ്റെ നൈറ്റ് വിഷൻ പാക്ക് ഉണ്ടായിരുന്നു. നൈറ്റ് വരെ അത് ഉപയോഗിച്ചില്ല. പക്ഷേ പിന്നെ ഞാൻ ഓർമ്മ വന്നതിന് ശേഷം ഞാൻ നൈറ്റ് വിഷൻ പാക്ക് ഇട്ടിട്ട് ഞങ്ങൾ ഡയമണ്ട് മൈൻ ചെയ്യാൻ വീണ്ടും ഇറങ്ങി. ലൈറ്റ് കാണാം. വാ ഇതാ ഡയമണ്ട്. ഒരു ഡയമണ്ട് ഉള്ളത് കോളിതാ. എനിക്ക് ടോർച്ച് ഉള്ളതും ഇല്ലാത്തതൊക്കെ ഒരേപോലെ. ടോർച്ചിനെക്കാളും ലൈറ്റ് ഉണ്ട് എനിക്ക് രാവിലെ കാണുന്ന പോലെ ഇതൊക്കെ കാണുന്നത്. എടാ അതാ മുകളിൽ ഡയമണ്ട് സച്ചു, ഞാൻ ഡയമണ്ട് ആണ് അടുത്ത. ഇതാ 2 ഡയമണ്ട് ഉണ്ട്. വാ ഇതാണ് നൈറ്റ് വിഷന്റെ ഉപകാരം ബ്രോ. ഇത് 3 4 മോനെ സച്ചി കോളൊക്കെ മൈൻജി. കോളല്ല, റെഡ് സ്റ്റോൺ ഒക്കെ മൈൻജി. ഞാൻ ഡയമണ്ട് എല്ലാം എടുക്കാം. നേരത്തെ എന്തുകൊണ്ട് എനിക്ക് ആയിട്ട് തോന്നിയില്ല എന്തോ. നിനക്ക് എന്റെ ടോർച്ച് മൊത്തം തരട്ടെ, എനിക്കിനി വേണ്ട. എടാ എത്ര മിനിറ്റാ നോക്കാം ആദ്യം? എന്ത് നൈറ്റ് വിഷൻ? നൈറ്റ് വിഷൻ എടാ എത്ര മിനിറ്റാന്നല്ല, ഇത് ടെക്സ്ചർ പാക്ക് നൈറ്റ് വിഷന്റെ. അത് നമ്മൾ ഇടുന്ന അത്ര നേരം നൈറ്റ് വിഷൻ ഉണ്ടാവും. ഇല്ലടാ അതിന് ചാർജഡ് ക്രീപ്പർ ആണല്ലോ. ഞാൻ റെഡ് സ്റ്റോൺ ഒക്കെ എടുക്ക്. ബാലൻ എത്ര ഡയമണ്ട് കിട്ടി? 3 ആയി ഇപ്പൊ, ഇനിയും കിട്ടാനുണ്ട്. നൈറ്റ് വിഷൻ പാക്കും കൂടി ഞാൻ ഇട്ടപ്പോൾ ഡയമണ്ട് കണ്ടുപിടിക്കാൻ ഭയങ്കര സിമ്പിളായിരുന്നു. അപ്പോൾ ഞങ്ങൾ നേരത്തെ വന്നപ്പോൾ ഇതുവരെ കണ്ടുപിടിക്കാത്ത ഡയമണ്ട് കണ്ടുപിടിക്കുകയും പോകാത്ത സ്ഥലങ്ങളിലൊക്കെ പോവുകയും ചെയ്തു. മൈൻ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾ ഡയമണ്ട് മാത്രം എടുക്കാനല്ലായിരുന്നു നോക്കിയാൽ റെഡ് സ്റ്റോൺ ഒക്കെ എടുക്കാനും നോക്കി. കാരണം ഫ്യൂച്ചറിൽ പിന്നെ ഫാമിനൊക്കെ ആവശ്യം വരും തോന്നി. പക്ഷെ അതിനിടയ്ക്ക് വെച്ച് ഞാൻ ഒരു വലിയ മണ്ടത്തരം കാണിച്ച്. അതാ വേറെ സോംബി. താഴത്തോട്ട് ഇറങ്ങട്ടെ. വെള്ളങ്ങളല്ലേ? എടാ അതെന്താ ലാഗ് അടിച്ചടാ, എന്റെ ടീമിൽ ലാഗ് അടിച്ച്. കുഴപ്പമില്ല, നീ ആ സാധനങ്ങൾ എടുത്ത് കൈ പിടിച്ചിരുന്നോ. ഇച്ചിരി ഓവർ കോൺഫിഡൻസ് ഒന്നും അല്ലാതെ ഗെയിം ബഗ് അടിച്ചുകൊണ്ടാണ്. അതല്ല നെറ്റ് ലാഗ് ആണെന്ന് വേണം പറയാൻ. ഞാൻ വെള്ളം വെച്ചായിരുന്നു, പക്ഷെ അന്നേരം ഞാൻ ചത്തു. അതെന്താ എനിക്കറിയില്ല. പക്ഷെ അങ്ങോട്ട് തിരിച്ചു വന്ന സാധനങ്ങളൊക്കെ എനിക്ക് കിട്ടി, അതുകൊണ്ട് കുഴപ്പമില്ല. ഒന്നും ഡീസ്പോൺ ആയി പോയിട്ടൊന്നുമില്ലായിരുന്നു. ഡയമണ്ട് കിട്ടിയിട്ടുണ്ട്. എന്റെ ആർമർ നിന്റെ അല്ല? കിട്ടി ആർമർ കിട്ടി. ഇല്ലടാ ആർമർ എന്റെ ഫുള്ള് കിട്ടിയില്ലടാ. ആർമർ ഒന്നും ഇല്ല, 2 എണ്ണം കൂടി കിട്ടാനുണ്ട്. കണ്ടോ? ഞാൻ കരഞ്ഞേനിപ്പോ. മതിയോ? ഇത്ര മതിയോ? എടാ ഡയമണ്ട് എന്റെ ഒന്നും ഇല്ലടാ. നിന്റെ കിട്ടിയോ? ഇല്ല. കള്ളാണ്ട് പറഞ്ഞ. എത്രയുണ്ട് മൊത്തം? എത്രയുണ്ട് ഇപ്പൊ ടോട്ടല്? 29. 29 ഉള്ളൂ അല്ലേ? 33.
മേലത്തുള്ളിയും കൂടെ കൂട്ടിയിട്ട്. ആ മേലെ ഉണ്ടല്ലോ അല്ലേ? മേലെ എത്ര 3 ചേടാ നമുക്ക് ഇച്ചിരി താഴത്തോട്ട് പോയി നോക്കിയാലോ? കേവ് കിട്ടും നോക്കിയാലോ? എടാ എനിക്ക് ടോർച്ച് വേണം. ഞാൻ ഇച്ചിരി നമ്മളിപ്പോ -50 ഞാൻ ഇച്ചിരി ടോർച്ച് ഉണ്ടാക്കട്ടെ. ഇനി താഴത്തോട്ട് പോയാൽ നമ്മൾ ബെഡ്റോക്കിലോട്ട് കൂടി പോയാല്. ഞാൻ ബെഡ്റോക്ക് എത്തിയടാ. ഇതാ ബെഡ്റോക്ക്. ബെഡ്റോക്ക് വാലൻ മീറ്റ്സ് ബെഡ്റോക്ക് ഫോർ ദ ഫസ്റ്റ് ടൈം ബ്രോ. അങ്ങനല്ല ഡയമണ്ട് ഉണ്ടോ മോനെ? ഇവൻ ഡയമണ്ട് ആർമർ ഉണ്ടാക്കിയത് ഇടൂല്ല, എനിക്കത് തരൂല്ല. എന്റെ ഡയമണ്ട് തരുമോ? ഞാനും ഇട്ടിട്ടില്ല. അത് എന്റെ ഡയമണ്ട് ഇടറാ. പിന്നെ ഡയമണ്ട് ആർമർ വെറുതെ വെച്ച് കാണാൻ വെച്ചിട്ടുണ്ട്. മണപ്പിക്കാൻ പോലും. ഇതെന്താ 2 പൂച്ച അല്ല 1 പൂച്ച പെറ്റിനൊക്കെ ഫ്രണ്ടാക്കിടാ. ഞാന് ഓഫ്ലൈൻ പോയപ്പോഴത്തേക്കും ഒറ്റ പിടിച്ചു. അത് തന്നെ, ഞാനൊന്ന് കുറച്ചൊരു ഓഫ്ലൈൻ പോയപ്പോഴത്തേക്കും ആസ്തയും നയനും കൂടി കളിച്ച് ആസ്തയ്ക്കുള്ള ഡയമണ്ട് ഫുൾ ആർമറും ടൂൾസും ആക്കി. അപ്പൊ ഞാൻ എന്തായാലും എന്റെ ആർമർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഡയമണ്ട് വെച്ചത്. അതിനിടക്ക് വെച്ച് ഇവന്മാര് ഞാൻ ഇല്ലാത്തപ്പോ ഇത് പെറ്റിനെ വരെ ഉണ്ടാക്കി കള്ളന്ന്. എടാ മണ്ട, മൊത്തം 20 പറഞ്ഞു. എന്റെ 4 കൂട്ടിയിട്ടും 1 കൂടിയാണ്. 1 കൂടി കുട്ടികളെ ഇപ്പൊ കിടക്കാൻ മോളെ. ഞാൻ ആരുടെ എടുത്തിട്ടില്ല, ഞാൻ എന്റെ മാത്രം എടുത്തുള്ളൂ. 13. അത് നീ ആർമർ ഉണ്ടാക്കിയില്ല ആജ്നാഥ്? ഞാൻ ഇട്ടേക്കുവാ. അപ്പൊ കുഴപ്പമില്ല. അതേപോലെ എല്ലാരും ഡയമണ്ട് ആർമറാ എല്ലാ പറഞ്ഞ പോലെ. അത് ഇന്നൊരു 8 ദിവസം കൊണ്ടല്ലേ? നമ്മൾ ഇന്നലല്ലേ 2-3 ദിവസം മുമ്പല്ലേ സർവർ തുടങ്ങിയ? ഏതാ മോനെ സർവർ ഉണ്ടാക്കട്ടെ. അങ്ങനെ ഞാനും കൂടി ഡയമണ്ട് ആർമർ ഉണ്ടാക്കി ഇട്ടപ്പോ സർവറിലുള്ള ഞങ്ങൾക്ക് 3 പേർക്ക് ഡയമണ്ട് ആർമറും ഡയമണ്ട് ടൂൾസും ആയിട്ടുണ്ട്. എനിക്ക് ഡയമണ്ടിന്റെ കുറവുണ്ട്. ഡയമണ്ടിന്റെ കുറവുണ്ട്. എന്താ? എനിക്കിനി 2 ഡയമണ്ട് നോക്കട്ടെ. 2 ഡയമണ്ട്. അതെങ്ങനെ? അപ്പൊ ഇനി മൈൻഡ് ചെയ്യേണ്ടിടാ. അവനോട് ചോദിച്ചു നോക്ക്. അവന് ഫുൾ ടൂൾ ആക്കാൻ വേണ്ടിട്ട് 10 മതി. അവന്റെ 13 ഉണ്ടല്ലോ, എക്സ്ട്രാ 2 ഉണ്ടല്ലോ. അത് നിനക്ക് തരാൻ പറ. എക്സ്ട്രാ 3 ഉണ്ട്, 2 തരാ ചോദിക്കും. ഹലോ ചോദിക്കേ. എക്സിറ്റ് ആയത് അത് മൈൻക്രാഫ്റ്റിൽ. അവൻ ഡിസ്കോഡിൽ ജോയിൻ ആവാൻ പോയതായിരിക്കും. ലാഗ് അടിച്ചിട്ട് വീണ്ടും കട്ടായി പോയിട്ടുണ്ടോ? ഹാപ്പിനെസ് പറയാനുണ്ട്. ഞാൻ ജാമിനിന്റെ അടുത്ത് ചോദിച്ചിട്ട് ഇത് ശരിയാക്കി. ജാമിനി അല്ല ജെമിനി. എന്റെ ജാമിനിയാണ്. 13 ഡയമണ്ട് ഞാൻ എടുത്തിട്ടുണ്ട്. മര്യാദക്ക് വെച്ചോ? അടിപ്പിന് 2 ഡയമണ്ട് കടം കൊടുക്കുമെന്ന്. പറ്റുമോ? വൈകി ഡയമണ്ട് വന്നോ? എടാ അതല്ല, തിരിച്ചു വെച്ചിട്ട് എടുത്തിട്ടൊന്നുമില്ല. എന്റെ അമ്മോ കള്ളം പറയുന്നത്. എല്ലാം അങ്ങ് വിഴുങ്ങിക്കോ. എല്ലാം വിഴുങ്ങിക്കോ അങ്ങോട്ട്. ഞാൻ കരയും പറഞ്ഞാൽ കരയും, അത്രേ ഉള്ളൂ. അതല്ല ഇവന് 2 ഡയമണ്ട് കുറവുണ്ട് ടൂൾ ഉണ്ടാക്കാൻ. ആർക്ക്? നാണോ? എന്നിട്ട് എനിക്ക് 10 ഡയമണ്ട് മതി എല്ലാ ടൂളും ഉണ്ടാക്കാൻ. അത് എനിക്ക് ബാക്കി ഉണ്ടെങ്കിൽ അവന് കൊടുത്താൽ മതി. എനിക്ക് നിർബന്ധമില്ല. അവന് എനിക്ക് ഫുള്ള് ടൂൾസ് ഉണ്ട്. എന്നാ കൊഴപ്പില്ല. അവന് 2 ഡയമണ്ട് കൊടുക്കടാ. 2 ഡയമണ്ട് ഫുള്ള് എടുത്തോളാം. ബാക്കി എനിക്കൊന്നാ മതി. എടുത്തില്ല ഞാൻ. നിന്റെ വീസിലില്ല, ഞാൻ ദൂര. 2 എടുത്തോ. ഈ പോർട്ടൽ ഒന്ന് കത്തിക്കണം. എന്റെ പ്രിന്റ് സ്റ്റീൽ ഇല്ലേ? എന്റെ ഉണ്ട്. ബബിളിന് ഹാപ്പിനെസിന്റെ ആവശ്യം വരുമോ നമുക്ക്? എടാ വില്ലേജ് കൊണ്ടുവരണ്ടേ? നമുക്ക് അവിടെ തന്നെ ബ്രീഡർ ഉണ്ടാക്കണോ? അവിടെ തന്നെ നമുക്കുണ്ടല്ലോ ഒരു ഫാമിനായിട്ട് ഒരു ഏരിയ ഉണ്ടാക്കാം കേട്ടോ. നമ്മുടെ ഈ വീടിന്റെ അടുത്തൊന്നും കൊണ്ടുവന്ന് ഉണ്ടാക്കല്ലേ. ലേശം വില്ലേജിന്റെ ലേശം മാറിയിട്ടുണ്ടാക്കാം. കാരണം നമുക്ക് വില്ലേജിന്റെ അപ്പുറത്ത് തന്നെ ഒരു വലിയ ഗ്രൗണ്ട് പോലത്തെ സ്ഥലമുണ്ട്, അവിടെ ഉണ്ടാക്കിയാലോ? പറ. എന്നിട്ട് ട്രേഡിംഗ് അല്ലേ?
എന്നിട്ട് ഡ്രാഗനെ കൊല്ലാൻ പോവാ. ആ അതല്ല, നമ്മള് ഈ ഒരു എപ്പിസോഡിൽ ബ്രീഡർ ആക്കും. അടുത്ത എപ്പിസോഡിൽ നമ്മൾ ട്രേഡിംഗ് ഹാൾ ഉണ്ടാക്കും. നമ്മുടെ ഇഷ്ടം പോലെ ഓമിനിസ് ബോട്ടർ ഉള്ളതുകൊണ്ട് നമ്മൾ റെയ്ഡ് കൊണ്ടുപോകും. റെയ്ഡിൽ നിന്ന് എടുത്ത ഹീറോ ഓഫ് ദ വില്ലേജ് വെച്ചിട്ട് നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി ട്രേഡിംഗ് ഹാളിൽ നിന്ന് OP എൻചാൻറ്റഡ് ബുക്സ് വാങ്ങും. ആ സമയം കൊണ്ട് നമുക്ക് പിന്നെ XP ഫാം ഒരു സ്പോൺ കണ്ടുപിടിക്കാതിരുന്നെങ്കിൽ ഉണ്ടാക്കായിരുന്നു. പക്ഷെ കുഴപ്പമില്ല. അങ്ങനെ നമ്മൾ ഫുള്ള് അടുത്ത എപ്പിസോഡിൽ ഫുള്ള് എൻചാൻറ്റ് ചെയ്യും, ട്രേഡിംഗ് ഹാളും ഉണ്ടാക്കും. എന്നിട്ട് അല്ല, രണ്ടാമത്തെ എപ്പിസോഡിൽ നമ്മള് ബ്രീഡറും കുറച്ച് സംഭവങ്ങളും കൂടി ചെയ്ത് നിർത്തുമല്ലോ. ഇപ്പൊ രണ്ടാമത്തെ എപ്പിസോഡ് റെക്കോർഡിംഗ്. ഇപ്പൊ നിങ്ങൾ കേട്ട പോലെയാണ് എന്റെ പ്ലാൻ. അതായത് ഈ ഒരു എപ്പിസോഡിൽ ബ്രീഡർ ഉണ്ടാക്കുന്നു. അടുത്ത എപ്പിസോഡ് ആകുമ്പോഴത്തേക്ക് അതിനകത്ത് നിന്ന് കിട്ടുന്ന വില്ലേജർ മണ്ടന്മാർ വെച്ചിട്ട് OP എൻചാൻമെന്റ്സ് ഉള്ള ഒരു ട്രേഡിംഗ് ഹാൾ ഉണ്ടാക്കുന്നു. എന്നിട്ട് അത് മൊത്തം ഞങ്ങൾക്ക് വേണ്ട എല്ലാ എൻചാൻമെന്റ്സ് കിട്ടിയതിന് ശേഷം ഞങ്ങൾ എന്ത് ചെയ്യും, ഓമിനസ് ബോർഡിൽ ഓടിച്ചിട്ട് റെയ്ഡ് തുടങ്ങുന്നു. റെയ്ഡ് തീർക്കുന്നു, ഹീറോ ഓഫ് ദ വില്ലേജ് കിട്ടുന്നു, ഒരു എമറാൾഡ് കൊടുത്തിട്ട് എല്ലാവരുടെ അടുത്തും ട്രേഡ് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ റിച്ച് ആകുന്നു. അങ്ങനെ ഫുൾ എൻചാൻറ്റ് ചെയ്യുന്നു. അപ്പോൾ അതിനൊക്കെ മുന്നേ ആസ്ത പോർട്ടൽ കത്തിക്കാൻ പോകുമായിരുന്നു. പിന്നെ ഓൾറെഡി ഇവൻ ഞാനില്ലാത്തപ്പോൾ കത്തിച്ചായിരുന്നു. പിന്നെ വീഡിയോ കാണിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു ഒന്നും കൂടി പൊട്ടിക്കണം എന്ന് പറഞ്ഞായിരുന്നു. അതുകൊണ്ടാണ് കത്തിക്കൂ. ഞാൻ നേരത്തെ കേറിയതാട്ടോ. ആണോ? അത് കുഴപ്പമില്ല. ഓൾറെഡി നേരത്തെ കത്തിച്ച് കേറിയിട്ട് വീണ്ടും കേറിയിട്ട് അവന് കൈയടിക്കണം. കടിക്കുന്നത് നമ്മൾ പച്ചമറ്റാണ് സ്പോൺ ആയിരിക്കുന്നത് ഗൈസ്. പച്ചമറ്റ എടുക്കണോ? ക്വാർട്സ് എടുത്താലോ? ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഫാം ഒക്കെ ഉണ്ടാക്കണ ആവശ്യം വരുവേ. കണ്ടില്ല, ഞാൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരുന്നു. ഞാൻ വെള്ളത്തിലോട്ട് എടാ നമുക്ക് പിന്നെ ഉണ്ടല്ലോ മറ്റേ ടെലിപ്പോർട്ടർ സെറ്റ് ആക്കണം. നമ്മുടെ സുജാനൊക്കെ ഉണ്ടാക്കിയ പോലെ വെമ്പ് ഒക്കെ ഉപയോഗിക്കുന്ന ടെലിപ്പോർട്ടർ. ആവശ്യമുണ്ട്. അങ്ങോട്ട് പിന്നെ ഞാനുള്ള സമയം കൊണ്ട് പോർട്ടൽ ഡിസൈൻ വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് കളക്ട് ചെയ്ത് പോർട്ടൽ ഡിസൈൻ ചെയ്യാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ ഞാൻ നയം പറഞ്ഞ ഐഡിയയിൽ ഒരു മരത്തിന്റെ പോർട്ടലാണ് ഉണ്ടാക്കാൻ നോക്കിയത്. മരത്തിന്റെ ഡിസൈനുള്ള പിന്നെ ഞാൻ ഫുള്ള് കംപ്ലീറ്റ് ആക്കാൻ നിന്നില്ല. കാരണം അതിൻ്റെ ഇടയ്ക്ക് വെച്ച് നയനും നമ്മുടെ ആസ്തയും കൂടിയിട്ട് ഒരു 2 അവന്മാർക്ക് കുതിരേനെ ഒപ്പിച്ച്. അപ്പൊ അവന്മാർക്ക് മാത്രം പോരല്ലോ, അപ്പൊ എനിക്കും കൂടി വേണമെന്ന് പറഞ്ഞിട്ട് ഞാനും കുതിരേനെ അങ്ങ് ഒപ്പിച്ച്. എടാ നയന നിന്റെ കുതിര കാണിക്ക്. നിന്റെ കുതിര എന്റെ കുതിര ഒരേപോലെ ആണെങ്കിൽ പറ്റൂല. എവിടെ നിന്റെ കുതിര? എവിടെ? എന്റെ കുതിരക്ക് ഞാൻ ആർമർ ഉണ്ടാക്കി കൊടുക്കൂലോ, നിങ്ങൾക്ക് തെറിവില്ല. നയനെന്തിയേ? എവിടെ എവിടെ? നിന്റെ ആർമർ ഒന്ന് ഒരു കുതിരന്റെ നിക്ക് നോക്കട്ടെ. ഞാൻ നോക്കാം. അല്ല നിന്റെ ഡാർക്ക നോക്കട്ടെ, ഞാൻ നോക്കും. ലിഫ്റ്റ് തരുമോ? ഇതിലൊന്നും സ്പീഡാ. എടാ എന്റെ കുതിരന്റെ പുറത്ത് ഇറങ്ങിക്കോ. അടി ഔട്ട്. എന്റെ കുതിരക്ക് ഭയങ്കര സ്പീഡ് വെച്ച് കുശുമ്പോ കേട്ടോ. ഇറങ്ങിക്കോ. കുതിരയുടെ താള. എടാ എന്റെ കുതിര ടിന്നുവരെ കൊണ്ട് പോയതാണ്. കുതിരനെ തന്നോ കളി മാറും. നയനെ കളി മാറും. നിന്റെ വീടിട്ട് ഞാൻ കത്തിക്കും. ഇങ്ങോട്ടാ ടിന്നോ ഇങ്ങോട്ട് വന്നതന്നെ. നീ അവന്റെ കൂടെ വാ. എന്റെ മേത്ത് കറിക്കോ, കുതിരന്റെ മേത്ത് കറിക്കോ. പോർട്ടൽ ഉണ്ടായിക്കൊണ്ടിരുന്ന ഞാൻ കുതിരേനെ തേടിപ്പോയി. കുതിരേന്റെ കാര്യവും പോർട്ടലിന്റെ കാര്യം മറന്നുപോയിട്ട് നയനും ഞാനും കൂടി തീരുമാനിച്ച്. ആസ്തയും ഉണ്ടായിരുന്നു അന്നേരം. പക്ഷെ ആസ്തേന്റെ മൈക്ക് ബക്കടിച്ചിട്ട് അവൻ കേട്ടില്ലായിരുന്നു. മൈക്കല്ല, ഡിസ്കോഡ് ബക്കടിച്ചിട്ട് ഞങ്ങൾ ഓമിനസ് ബോട്ടിൽ ഓടിച്ചിട്ട് ഇപ്പോഴും റെയ്ഡ് തുടങ്ങുവാണ്. എന്നിട്ട് ഈ റെയ്ഡ് വെച്ച് കിട്ടുന്നതിൽ ഒരു ഫാർമർ ഉണ്ടായിരുന്നു അവിടെ. ആ ഫാർമറിന്റെ നമ്മൾ ഫുഡ് വാങ്ങും. അപ്പോൾ ഫുഡ് ഓൾറെഡി സെറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ പേടിക്കണ്ടല്ലോ. അതുകൊണ്ട് ഫുഡ് സെറ്റ് ആകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഓമിനസ് ബോട്ടിൽ ഓടിച്ച് റെയ്ഡ് നടത്തി. ആ ഒരു ഹീറോ ഓഫ് ദി വില്ലേജ് വാങ്ങാൻ തന്നെ തീരുമാനിച്ച്. അതും പിന്നെ പൊട്ട ഐഡിയ ഒന്നല്ല, നല്ലൊരു ഐഡിയ തന്നെ ആയിരുന്നു. എന്നിട്ട് അവന്മാർക്കൊന്നും വീട്ടിലോട്ട് പോകാനും പറ്റുന്നില്ല. ഇല്ല താഴത്തോട്ട് പോണോ? താഴത്തോട്ട് ആദ്യം തന്നെ ഞങ്ങൾ ആ വില്ലേജേഴ്സിനെ സേഫ് ആക്കി വെച്ച്. വില്ലേജേഴ്സ് ഒന്നും ഇവന്മാർ തട്ടിക്കളഞ്ഞ ബ്രീഡർ ഉണ്ടാക്കാൻ പറ്റൂല, ട്രേഡിംഗ് ഹാളും ഉണ്ടാക്കാൻ പറ്റൂല. അങ്ങനെ എല്ലാ മണ്ടന്മാര് സേഫ് ആക്കിയെങ്കിലും പക്ഷെ ആസ്ത പോയി. ആസ്തേന്റെ വീട്ടിൽ കളി നിർത്താൻ പറഞ്ഞ് അങ്ങനെ അവൻ പോയി.
accept pain, no pain. Those who do not know pain will find ആ ഞാൻ കുടിച്ച്, നീ സമ്മതിക്കൂല, വാ കുടിച്ചു, വാ വാ, വന്ന് 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 ഓടല്ലേ. ആസ്തേനിയും കൂടി ഉണ്ടായിട്ട് തുടങ്ങിയാൽ ഞാൻ നിന്നോട് പണ്ടേ പറഞ്ഞാണ്, ഈ ഷോറക്കീറ്റാ മോനെ പണിയാവും. റെയ്ഡോമൻ എടാ ഇപ്പൊ ആയില്ലേ, വെയിറ്റ് ചെയ്യണം, 15 സെക്കൻഡ് ആയിട്ടുണ്ട്. നയനെല്ലാം പ്രിപ്പയർഡ് ആണ്, ഓടാ റെഡി അല്ലേ, പണി വന്ന തള്ളി ഓടാ റെഡി അല്ലേ. ഞാൻ പറയണേ കുതിരേനെ ഉപയോഗിക്കണ്ടെന്നാട്ടോ ഞാൻ പറയുന്നേ. ഇവിടെ നോക്ക്, സച്ച് ചാർജ്, നയനെ ചാർജ്. കുതിരക്ക് അടി വാങ്ങണ്ടോ ഇക്കോ? എടാ ഞാൻ ഓടിട്ടാ, എന്റെ പ്യൂർ വർക്കായില്ലടാ. ഗെയിം കളിച്ച അമ്മ പറഞ്ഞ Feel pain, no pain. എടാ ഇതെന്താടാ ഇങ്ങനെ, ഇവന്മാര് എനിക്ക് അടിക്കാൻ പറ്റുന്നില്ല. ആ മോനെ സ്പിയർ ചെയ്ത് തുടങ്ങി മോനെ. നയന ഇങ്ങോട്ട് വാ. എടാ നീ എവിടെ പോയിരിക്കോ? എടാ എന്റെ കുതിര ഇപ്പൊ ചാങ്ങൂട്ട് ഇങ്ങനെ. ഇല്ല ബ്രോ, ഫസ്റ്റ് ടേൺ ഡൗൺ. എന്റെ മോനെ ഞാൻ സ്പിയർ ഗോഡായിട്ടോ. നയന എന്നെ നീ പിടിച്ചാ കിട്ടടാ, സ്പിയർ പഠിച്ചടാ, എന്നെ കൊല്ല. എന്റെ കുതിര എന്റെ ഹോർട്ട് പോയി. സ്പിയർ ചെയ്യേണ്ട ഐഡിയ കിട്ടി എനിക്ക്. ആദ്യം അമ്മമാരുടെ അടുത്തുനിന്ന് കുറച്ചധികം ദൂരം ഓടുക, എന്നിട്ട് പെട്ടെന്ന് സർപ്രൈസ് ആയിട്ടാ കൊടുക്കുക. എടാ എന്റെ കുതിരേനെ അടിച്ചടാ. നീയാണ് എന്റെ കുതിരേനെ അടിച്ച, സത്യം പറ. നീ അറിയാണ്ട് എന്റെ കുതിരേനെ അടിച്ചല്ലേ, അറിഞ്ഞോണ്ട് പോലെ അറിയാത്ത പോലെ ആക്കിട്ട് കുതിര. എടാ സോറി കേട്ടോ, ഞാൻ അവനടിച്ചപ്പോ നിന്റെ കുതിരക്കിട്ടാ തട്ടി. എടാ കുതിര ചത്താലും അടുത്ത കുതിരേനെ എടുക്ക, ഇഷ്ടം പോലെ കുതിര ഇല്ലേ. ടിൻഡുവനെ സോറി, നീ ചത്താലും വേറെ വഴിയില്ല. ടിൻഡുവൻ നീ, നമ്മൾ മരിച്ചാലും നമ്മൾ യുദ്ധത്തിലാണ് മരിച്ചത്, അതുകൊണ്ട് കുഴപ്പമില്ല. ഒരുത്തൻ മാത്രം വെളിയിൽ നിൽക്കുന്നു, ഇനി ആൾക്കാരുണ്ടല്ലോ. അമ്മാരുടെ ലീഡറിനെ കൊന്നപ്പോ എനിക്ക് എമറാൾഡ് കിട്ടിടാ. നീ എന്നെ അടിക്കല്ലേ, നൈസ് ബ്രോ. എടാ ഇവന്മാരെ കൊല്ലുമ്പോ എമറാൾഡ് കിട്ടൂടാ. ഇവിടെ ഒരുത്തരെ കൊന്നപ്പോ എമറാൾഡ് ഉണ്ട്. ആ അതാ എടാ എന്റെ കുതിര എവിടെ? ടിൻഡു കാളാ മോനെ, കേട്ടുമ്പോ ടിൻഡു കേറിയും കേട്ടില്ലൂടെ. അയ്യോ ചാടി കേറുന്നില്ലല്ലോ ടിൻഡു മോനെ, ആണെങ്കിടെ തരടാ. എടാ ചാടി കേറടാ. എന്റെ മോനെ ടിൻഡു മോൻ ഇപ്പൊ ചാവണ്ടായിരുന്നു, ഞാൻ ഇറങ്ങിയടിച്ചു കൊല്ലട്ടെ. അങ്ങനെ അതിലെ വെയിറ്റ് ലാസ്റ്റ് കൊല്ലം ഞാൻ ഫുഡ് ഒന്ന് കഴിച്ച് ഇതാക്കട്ടെ. ഞാൻ എന്റെ കുതിരക്കുട്ടീനെ അടിച്ചടാ, ടിൻഡുമോൻ അടിച്ചടാ. എന്റെ അടി എനിക്കറിയാലോ, കിണ്ടൽ അടിയാണ് എന്റെ അടി. പക്ഷെ എന്നെ റാവഞ്ചർ അറ്റാക്ക് ചെയ്യുന്ന നയനെ. ആ റാവഞ്ചറിനെ അടിച്ചു, റാവഞ്ചർ എന്നെ അടിച്ചു. നയന വാ 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 വാ. ഒരടി ഇട്ടിട്ടുണ്ട് റാവഞ്ചറിന്. ആ അങ്ങനെ തന്നെ. ഇപ്പൊ അവൻ നിന്റെ പുറകെ വരും, അപ്പൊ ഞാൻ അവനെ പോയിട്ട് അടിക്കും. അടിച്ചടിച്ച് നൈസടാ. ഇത് തന്നെ പ്ലാൻ. അതാവൻ വട്ടം കറങ്ങും, നമ്മൾ രണ്ടിൽ ആരടിക്കണം വിചാരിച്ചിട്ട്. എടാ അടുത്ത സ്പിയർ ചെയ്തേ, അതിന് ഞാൻ ബാക്ക് കൂടെ അടിക്കാം. വെയിറ്റ് ആടാമേ, അതിനെ കൊന്നടാ, അത്രേ ഉള്ളു. എടാ ഇനി ചൂപ്പാണ്ടി മക്കളേ ഉള്ളൂ. അവന്മാരെ പോലെ ഞാൻ ഇറങ്ങി അടിക്കുവാണേ. എന്റെ പൂച്ചയ്ക്ക് ലൈഫ് കുറവ് വെച്ച് ഇല്ല, ഓരോ സൈഡിൽ നിന്ന് അടിക്കും, ഓരോ തവണ വരിക. ഫസ്റ്റ് ഈ സൈഡിൽ നിന്ന്, രണ്ടാമത് ആ സൈഡിൽ നിന്ന്. അയ്യോ എന്റെ കുതിരക്ക് ഒരു ഹാർട്ടടാ, ഒരു ഹാർട്ട്. ഞാനും കുതിരയും കൂടി അവിടെ നിന്ന് ചാറായപ്പോൾ ഞങ്ങൾ എന്നെ കൂടി ബേസിലോട്ട് സ്പോട്ടായി. പിന്നെ ഞങ്ങൾ വിചാരിച്ച ആസ്തയും കൂടി വന്നിട്ട് ഇത് തീർക്കാമെന്ന്. അങ്ങനെ ഞങ്ങൾ ഇച്ചിരി അടിച്ചു. അങ്ങനെ അവസാനം ഞങ്ങൾ മൂന്നേരും കൂടിയിട്ട് അവന്മാരൊക്കെ കൊല്ലുകയും ഹീറോ ഓഫ് ദി വില്ലേജ് ഞങ്ങൾക്ക് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. അവന്റെ വീട് തുറന്നിരിക്കാണല്ലോ. ആടാ ചത്തറ.
ഞങ്ങൾ സൂക്ഷിച്ച് വെച്ചിരുന്ന ഒരു ഫാർമർ വില്ലേജർ ഉണ്ടായിരുന്നു, അവനെ തട്ടിക്കളഞ്ഞിട്ടുണ്ട് വില്ലേജർ. കുഴപ്പമില്ല, ഇനി 2 വില്ലേജറും കൂടി ഉണ്ടെങ്കിൽ പിന്നെ കുഴപ്പമൊന്നുമില്ല. ഒരുത്തന്നെ ഫാർമർ ആക്കാൻ, എന്തായാലും 2 പേര് ഫാർമർ ആക്കണം ബ്രീഡർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഞാൻ എന്തായാലും കുറച്ച് പേര് ഇവിടെ സേഫ് ആക്കി വെച്ചായിരുന്നു, ആരെങ്കിലൊക്കെ ഉണ്ടോ നോക്കട്ടെ. രണ്ട് വില്ലേജേഴ്സ് അപ്പൊ ഓൾറെഡി ഉണ്ട്. അപ്പൊ ഇനിയിപ്പോ അതുകൊണ്ട് പേടിക്കണ്ട, അതിനെ കുറിച്ച് പേടിക്കേ വേണ്ട. വീട്ടിനകത്തോട്ട് ഇട്ടെ അല്ലെങ്കിൽ ഓടി ഈ ഇവനെ ഫാർമർ ആക്കിയിട്ട് കുറച്ച് ഫുഡ് ഫാം ചെയ്യാൻ പറ്റുമോ? ജോലി എടുക്കാൻ വരുന്നുണ്ട്. ഈ പണിയെടുക്കാത്ത പണിയടിച്ചു അങ്ങനെ പൊട്ടിച്ചു കയറല്ലേ. എടാ 14 വീറ്റ് കൊടുത്ത ഒരു എമറാൾഡ് കിട്ടും. അങ്ങനെ നമുക്ക് ഇവനെ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ. വീറ്റ് വേണം. ഇനി നമുക്ക് ഹീറോ ഓഫ് ദി വില്ലേജ് 33 മിനിറ്റേ ഉള്ളൂ. അതിനുള്ളിൽ വീറ്റ് സെറ്റ് ആക്കണം. നിന്റെ എത്ര വീറ്റ് ഉണ്ടാവും? ടെസ്റ്റിലൊക്കെ ഉണ്ടാവുമോ? 14 വീറ്റ് പോരാ, കുറച്ച് വീറ്റ് അധികം വേണം. ഞാൻ വീട്ട് ഫാം ചെയ്യട്ടെ വീറ്റ് വേഗം. 14. എടാ ബീട്രൂട്ട് ഇല്ലല്ലോ? ഉണ്ട്. എത്ര ഉണ്ട് നിന്റെ? 11 ബീട്രൂട്ട് കൊടുത്താൽ മതി നിനക്ക്. ഞാനൊന്ന് അവനെ ജോലി എടുത്ത് കിട്ടാം. ഉറങ്ങി ആ കിടന്ന് കിടക്കടാ. വീണ്ടും ഫാർമറായി. അടുത്തവണ 16 ക്യാരറ്റ് ഉണ്ട്. പക്ഷേ നിന്റെ എത്ര ഉണ്ട്? ഞാൻ പറയണ ക്യാരറ്റ് ഫാം ചെയ്യാം ആദ്യം. അല്ലെങ്കിലേ നമ്മൾ ഒരു വട്ടം 16 കൊടുക്കുമ്പോ തന്നെ ആ ക്യാരറ്റ് മൊത്തം തീരൂലേ? ഇപ്പൊ ക്യാരറ്റും കൊടുക്കാം വീറ്റും കൊടുക്കാം. അപ്പൊ 2 നമുക്ക് ഫാം ചെയ്യാവുന്നേ ഉള്ളൂ. ഞാൻ നെതറിൽ പോയിട്ട് കുറച്ച് ബോൺ ബ്ലോക്ക് ഒപ്പിക്കട്ടെ. സോഴ്സ് ആൻഡ് വാലി ഉണ്ടോന്നറിയാം അടുത്ത് നമ്മുടെ. അതാണ് ഞാൻ ഡിസൈൻ ചെയ്ത പോർട്ടൽ. അതിനകത്ത് കുറച്ചും കൂടി പണി ചെയ്യാനുണ്ട്, ലീഫൊക്കെ വെക്കാനുണ്ട്. പിന്നെ ഞാൻ ലാസ്റ്റ് ബോൺ ബ്ലോക്ക് എടുക്കാൻ വേണ്ടി നെതറിൽ പോകാൻ തന്നെ തീരുമാനിച്ചു. അധികം നേരം അവിടെ നിന്ന് സമയം കളഞ്ഞില്ല. കുറച്ചെടുത്ത് തന്നെ അവിടെ ഞങ്ങൾ സ്കൂട്ടായി. ഞങ്ങളല്ല, ഞാൻ മാത്രം. അതിൻ്റെ കൂടെ 2 ഹാപ്പി കാസും കിട്ടി. എനിക്ക് എന്തായാലും ഹാപ്പി കാസിന്റെ ആവശ്യം അങ്ങനെ ഇല്ല. അതുകൊണ്ട് ആസ്തിക്ക് 9 കൊടുക്കാൻ ഞാൻ പറഞ്ഞിരുന്നു കിട്ടിയപ്പോ തന്നെ. നയൻ പറഞ്ഞു, നയനൊരു വാണ്ടിങ് ട്രേഡറിനെ കണ്ടുപിടിച്ചായിരുന്നു. അവൻ നമുക്ക് വെള്ളം വിറ്റാലോ അല്ലെങ്കിൽ ബക്കറ്റ് ഓഫ് പാല് വിറ്റാലോ അല്ലെങ്കിൽ വെള്ളം വിറ്റാലോ ഇത് തരും, എമറാൾഡ്. ആ എമറാൾഡ് വെച്ചിട്ട് ഇതാക്കാലോ. അങ്ങനെ അയൻ തീർന്നു, കുഴപ്പമില്ല തരാന്ന് പറഞ്ഞിട്ടുണ്ട് അവൻ. നയനെ എന്നാ ബോൺ ബ്ലോക്ക് എടുക്കുക. ബോൺ ബ്ലോക്ക് എടുക്കുക, ക്യാരറ്റ് എടുത്തോ. ആയില്ല, ബോൺ ബ്ലോക്ക് എന്റെ കൈ കിട്ടി. നിക്ക് വെയിറ്റ്. എന്നാ ഈ ബോൺ ബ്ലോക്ക് മൊത്തം ബോണാക്ക്. എന്നിട്ട് ക്യാരറ്റ് മാത്രം ഇതാക്കിട്ടോ. ബെഡിൽ എന്റെ നിന്റെ ഉണ്ടോ? അങ്ങനെ അവിടുന്ന് ഫാം ചെയ്ത് കിട്ടി ക്യാരറ്റും കൊണ്ട് ഞാനും നയനും കൂടി നേരെ വില്ലേജിലോട്ട് വന്ന് അതിന്റെ ഫാമറിന്റെ അടുത്ത് ട്രേഡ് ചെയ്തിട്ട് അവനെ ലെവലപ്പ് ആക്കിയിട്ട് പിന്നെ എമറാൾഡ് എടുത്ത് നമുക്ക് ഫുഡ് വാങ്ങാലോ. കൊറേ ഫൺ. ഞാൻ ഇവിടെ എത്തി. ഗുഡ് ബോയ്. കള്ളപ്പന്നി വില കൂട്ടിയിരുന്നു. എന്റെ മോനെ സെറ്റ്. എന്റെ മോനെയാണ് ഇനി ഞാൻ അവൻ ലെവലപ്പ്. എടാ ആപ്പിള് കിട്ടും ഒരു എമറാൾഡിന്, അല്ലെങ്കിൽ 4 പംകിൻ കിട്ടും, അല്ലെങ്കിൽ 4 ആപ്പിൾ കിട്ടും. പംകിൻ പയ്യ നല്ലത്, നല്ലോണം ഇത് കിട്ടും. എടാ നിന്റെ എമറാൾഡ് ഉണ്ടോ മോനെ? നയനെ ഞാൻ ഫുള്ള് ഇൻഫിനിറ്റ് ഫുഡ്. വാ ഫുഡ് തരാം. നിന്റെ ഇതും കൊണ്ടോന്നു എമറാൾഡ്? അവൻ്റെ ഉണ്ടായിരുന്ന എമറാൾഡും കൂടി എടുത്തിട്ട് ഞങ്ങൾ ഫുഡൊക്കെ സെറ്റാക്കി. അങ്ങനെ ഫുഡിന്റെ കാര്യത്തിൽ അത്രയ്ക്ക് പേടിക്കാനൊന്നും ഇല്ലാണ്ടായത് കൊണ്ട് തന്നെ ബ്രീഡർ ഉണ്ടാക്കാമെന്ന് ഞാൻ വിചാരിച്ചു. എന്നിട്ട് ഈ ഒരു വില്ലേജേഴ്സിനെ കൊണ്ടുപോയിട്ട് ആദ്യം ഇവന്മാരുണ്ടായിരുന്നു ബ്രീഡ് ചെയ്തിട്ട് ഇവന്മാരിൽ 2 വർക്ക് ചെയ്യുന്നവന്മാരെ കൊണ്ടുപോയിട്ട് അവിടെ ഇടാനായിരുന്നു ഞങ്ങളുടെ പ്ലാൻ.
അങ്ങനെ ഒരു സ്ഥലവും കണ്ടുപിടിച്ച് അതൊന്ന് ചെറുതായിട്ട് ക്ലിയർ ആക്കിയിട്ട് ബ്രീഡർ ഉണ്ടാക്കാൻ ഞാൻ തുടങ്ങി. അതിനുശേഷം ഞാൻ റെക്കോർഡിങ് നിർത്തി. അതിനുശേഷം കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ ബ്രീഡർ ഉണ്ടായി കഴിഞ്ഞത്. അത് ഞാൻ റെക്കോർഡ് ചെയ്യാൻ നിന്നില്ല. അതിൻ്റെ നയനാണ് 2 വില്ലേജേഴ്സിനെ ബ്രീഡ് ചെയ്തിട്ട് 2 വില്ലേജേഴ്സിനെ അതിലോട്ട് കൊണ്ടുപോയിട്ടത്. പക്ഷെ അതിനകത്ത് ഞാൻ അവിടെ ഉണ്ടാക്കിയപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ എൻ്റെ തൊട്ടടുത്തായിട്ട് വെച്ചായിരുന്നു. അത് നയൻ കണ്ടില്ലായിരുന്നു. അത് പിന്നെ ഞാനും കണ്ടില്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ പോയ സമയത്ത് നയനായിട്ട് കേവിലായിട്ട് എവിടെയോ പോയപ്പോൾ രാത്രി ആയപ്പോൾ ഈ ഒരു വില്ലേജർ എൻ്റെ ആ ഒരു ഉള്ളിലോട്ട് സോംബിയ ക്രാഫ്റ്റിംഗ് ടേബിളിൽ കൂടെ വലിഞ്ഞു കയറി വന്ന് അവന്മാർ രണ്ടിനെ തീർത്ത്. ഇപ്പം എൻ്റെ ഊഹം കറക്റ്റാണെങ്കിൽ അവിടെ പച്ച വില്ലേജർ മാത്രമേ ഉള്ളൂ. അപ്പം ഇനിയൊരു വില്ലേജറിനെ കൂടി കണ്ടുപിടിച്ച് അവിടെ ഇടണം, എന്നാലേ നടക്കുകയുള്ളൂ. 2 വില്ലേജേഴ്സിനെ ബ്രീഡ് ചെയ്യണം. ഈ പച്ച വില്ലേജറിനും മറ്റേ വില്ലേജറിനും. പച്ച വില്ലേജർ ഉണ്ടോ എന്ന് തന്നെ എനിക്കറിയില്ല. ഇനിയിപ്പോൾ എന്തായാലും അടുത്ത എപ്പിസോഡിൽ നടക്കുകയുള്ളൂ. പുതിയൊരു വില്ലേജും കണ്ടുപിടിക്കണം.